വായിക്കുന്നത് 9ാം ക്ലാസ്സിൽ നിന്ന് എഴുതുന്ന. എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും. ജീവിത മാതൃക കൊണ്ട് വിശ്വാസ സാക്ഷ്യം നൽകി ശുശ്രൂഷ ചെയ്യാൻ മെത്രാന്മാരെ ആഹ്വാനം ചെയ്ത് പരിശുദ്ധ ലയോ 14 പാപ്പ. വത്തിക്കാൻ. ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട ജീവിത സാക്ഷ്യം നൽകാനും ഐക്യം വളർത്തുന്നതിന് പ്രാധാന്യം നൽകി അജപാലന ശുശ്രൂഷയിൽ മുന്നേറാനും മെത്രാന്മാരെ ആഹ്വാനം ചെയ്ത് പരിശുദ്ധ ലയോ 14 പാപ്പ. മെത്രാന്മാരുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ജൂൺ 26-ന് പരിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലെന്ന ജൂബിലിയുടേതായ സന്ദേശം വിശ്വാസികളിലേക്ക് എത്തിക്കാനും പാപ്പ ആവശ്യപ്പെട്ടു. നല്ല ഇടയനായ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട് അവന്റെ ഹൃദയ വികാരങ്ങളോട് ചേർന്ന് വളർന്നുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിൽ ശരിയായ രീതിയിൽ നയിക്കാനാകൂ എന്ന് പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മെത്രാന്മാരെ ഉദ്ബോധിപ്പിച്ചു. അതിരൂപത വാർത്തകൾ. കേർ ചെല്ലാനം കൊച്ചി വൈദികരുടെ ഉപവാസ സമരവും ബഹുജന പ്രതിഷേധ റാലിയും. കൊച്ചി. ചെല്ലാനം കണ്ണമാലി തീരദേശത്തെ കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നേരെയുള്ള സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ആലപ്പുഴ, കൊച്ചി രൂപതകളുടെ സംയുക്ത ഭിമുഖ്യത്തിൽ ജൂൺ 20-ന് രാവിലെ 10 മുതൽ BOD ജംഗ്ഷനിൽ വൈദികർ ഉപവാസ സമരം നടത്തി. KRLCC വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജൂഡ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 3 മണിക്ക് സാന്തോം പള്ളിയിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നും BOD പാലത്തിലേക്കുള്ള ജനപങ്കാളിത്ത പ്രതിഷേധ റാലി ഉപവാസ പന്തലിൽ സമാപിച്ചു. സമാപന സമ്മേളനം കോട്ടപ്പുറം ബിഷപ്പ് റൈറ്റ് റവറർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. വിശ്വാസ പരിശീലന കമ്മീഷൻ വാർത്തകൾ. ലോഗോസ് ക്വിസ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൊച്ചി. എല്ലാ രൂപതകളും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. 25 മത്സരാർത്ഥികൾക്കുള്ള ഓരോ ഇടവകയെയോ ഒരു കത്തോലിക്ക സ്ഥാപനത്തെയോ ഒരു പരീക്ഷാ സെന്ററായി അംഗീകരിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പഠനത്തിനായി ഉപയോഗിക്കേണ്ടത് POC ബൈബിൾ ആണ്. പരിഷ്കരിച്ച പതിപ്പ് ഉപയോഗിക്കേണ്ടതില്ല. സഭാ വാർത്തകൾ ഇനി അടുത്തയാഴ്ച.